Hello students, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ലിയോവില്ലീസ് തിയറം ആൻഡ് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അനലറ്റിക്, ഹാർമോണിക്, അതുപോലെ ഹാർമോണിക് കോൺജുഗേറ്റ് അത്രയും ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലംസ് പഠിച്ചു. ഈ ചാപ്റ്ററിൽ നമ്മളൊരു 4 തിയറംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ടോപ്പിക്സ് അത് ശ്രീനമിസ് എടുക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അത് ടീച്ചർ കംപ്ലീറ്റ് ചെയ്യും. ഈ തിയറം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സിൻ്റെ ഞാൻ എടുക്കുന്ന ഭാഗം കഴിയുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ശ്രീന ടീച്ചർ എടുക്കുന്ന ഭാഗത്തുനിന്ന് ഒരു ഫോമുല മാത്രമാണ് ഈ തിയറത്തിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രീന ടീച്ചർ ആ ഭാഗം എടുത്ത ശേഷം ഈ ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും. ആ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയാണ് അവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത് കേട്ട് നോട്ട് എഴുതി വെക്കുക. ശ്രീന ടീച്ചർ എടുത്ത ശേഷം ഇത് പഠിച്ചാൽ മതിയാവും കേട്ടോ. 4 തിയറംസിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കാനായിട്ട് ജസ്റ്റ് ഒന്നില്ലെങ്കിൽ ആ ഫോമുല ബൈ ഹാർട്ട് ചെയ്താൽ മതി, അല്ല എങ്കിൽ അതെടുത്ത് കഴിഞ്ഞ ശേഷം ഇത് പഠിച്ചാൽ മതി. ഇപ്പോൾ ക്ലാസ് കേട്ട് നോട്ടൊക്കെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിയറം കോഷീസ് ഇൻഇക്വാലിറ്റി ആണ്. കോഷീസ് ഇൻഇക്വാലിറ്റി ഫോർ എഫ് എൻ ഓഫ് സെഡ് നോട്ട്. എഫ് എൻ ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫിൻ്റെ nth ഡെറിവേറ്റീവിന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ ബ്രാക്കറ്റിൽ n യൂസ് ചെയ്തിരിക്കുന്നത്. 1 ആണെങ്കിൽ F1 ഓഫ് സെഡ് നോട്ട്, 2 ആണെങ്കിൽ F" ഓഫ് സെഡ് നോട്ട്, 3 ആണെങ്കിൽ F" ഓഫ് സെഡ് നോട്ട്. nth ഡെറിവേറ്റീവ് വരുമ്പോഴാണ് ഇവിടെ Fn ഓഫ് സെഡ് നോട്ട്. സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ആ ഡെറിവേറ്റീവിനെ ഇവാലുവേറ്റ് ചെയ്തത് കാണിക്കാനാണ് ഈ നൊട്ടേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇതാണ് തിയറത്തിന്റെ. ഒരു തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കറിയാലോ, ഒരു സ്റ്റേറ്റ്മെന്റും കാണും, അതിൻ്റെ ഒരു പ്രൂഫും കാണും. പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആർഗ്യുമെന്റ്സ് നിരത്തി അതിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ട്രൂ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ആർഗ്യുമെന്റ്സ് ആണ് നിങ്ങളവിടെ പ്രൂഫായിട്ട് എഴുതേണ്ടതായിട്ട് വരിക. മാത്രമല്ല, ഇത് പേരുള്ള തിയറംസ് ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും രണ്ടും ബൈ ഹാർട്ട് ചെയ്തോളൂ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറയാണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷീസ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റും നമ്മൾ തന്നെ എഴുതണം, അതുപോലെ തന്നെ പ്രൂഫും നമ്മൾ തന്നെ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് അത് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് രണ്ടും പഠിക്കുക കേട്ടോ, ബൈ ഹാർട്ട് ചെയ്തോ. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. Suppose that a function f is analytic inside and on a positively oriented circle CR. CR എന്ന് വെച്ചാൽ ഒരു സർക്കിളാണ്. അതിന്മേൽ എഫ്, അതിൻ്റെ ഉള്ളിലും അതിന്മേലും എഫ് അനലിറ്റിക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻറ്റേർഡ് അറ്റ് സെഡ് നോട്ട് വിത്ത് റേഡിയസ് ആർ. അതിൻ്റെ സെൻറ്റർ, ആ സർക്കിളിൻ്റെ സെൻറ്റർ സെഡ് നോട്ടും അതുപോലെ റേഡിയസ് ആറുമാണ്. If MR denotes the maximum value of f of z on CR, സർക്കിളുമേലുള്ള മോഡ് എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ, അതായത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ, സർക്കിളിന്മേൽ അതിന് വരുന്ന മാക്സിമം വാല്യൂ MR എന്നുള്ള ക്വാണ്ടിറ്റിയാണ്, ഒരു നമ്പർ ആയിരിക്കും, അത് ക്വാണ്ടിറ്റിയാണ് എന്ന് വിചാരിക്കുക. ദെൻ മോഡുലസ് വാല്യൂ ഓഫ് Fn ഓഫ് സെഡ് നോട്ട്, അതായത് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സെഡ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ഇൻറ്റു MR ബൈ R റേസ് ടു n ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. MRും Rഉം ഒക്കെ എന്താണെന്നുള്ളത് അറിയാലോ. MR എന്ന് പറഞ്ഞാൽ മോഡ് എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ ആണ് ഓൺ ദ സർക്കിൾ CR, ആൻഡ് R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റിയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആർഗ്യുമെന്റ്സ് എന്താണെന്ന് നോക്കാം. ഹിയർ എഫ് ഈസ് അനലറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ CR. CRന്മേലും അതുപോലെ CR എന്ന് പറയുന്ന സർക്കിളിന്റെ ഉൾവശത്തും എഫ് അനലറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് CR ഈസ് സെൻറ്റേർഡ് അറ്റ് സെഡ് നോട്ട് ആൻഡ് റേഡിയസ് R എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. Therefore by theorem in the previous chapter, അപ്പോൾ ഞങ്ങൾ നോട്ട് എഴുതുമ്പോൾ therefore by the theorem എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി, പ്രീവിയസ് ചാപ്റ്റർ എന്നൊന്നും എഴുതാൻ നിൽക്കണ്ട. ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് ഓഫ് എഫ് ഓഫ് സെഡ് ആർ അനലറ്റിക്. ഒരു പ്രീവിയസ് തിയറാണ് ഇത്. കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല എന്ന് പറയുന്ന ഒരു തിയറാണ്. അത് പ്രീവിയസ് ചാപ്റ്ററിൽ ശ്രീന ടീച്ചർ പഠിപ്പിക്കും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇതിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. തിയറത്തിൽ പറയുന്ന കാര്യം ഇതാണ്. എഫ് ഒരു സർക്കിളിൻ്റെ ഉള്ളിലും ആ സർക്കിളിന്മേലും അനലറ്റിക് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും അവിടെ അനലറ്റിക് ആയിരിക്കും. മാത്രമല്ല ഡെറിവേറ്റീവ്സ് ഈ ഒരു ഫോമുല സാറ്റിസ്ഫൈ ചെയ്യും. ഈ ഫോമുലയാണ് നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് കുറേ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ അതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ Fn ഓഫ് സെഡ് നോട്ട് ഫോമുല ഇതാണ്. Fn ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു, അതായത് nth ഡെറിവേറ്റീവ്സ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2 πi ഇന്റഗ്രൽ ഓവർ CR
f of z by z minus z naught the whole raised to n plus 1 dz എന്നാണ് ഫോർമുല വരുന്നത്. അതിൽ n ഫാക്ടോറിയൽ നിങ്ങൾക്ക് അറിയാലോ എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ അതിൻ്റെ ഫാക്ടോറിയൽ 2πi ഇൻ്റഗ്രൽ ഓവർ CR കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ശ്രീന ടീച്ചർ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിപ്പിക്കും. f of z by z minus z naught the whole raised to n plus 1 dz. f of z എന്ന് പറയുന്നത് നമുക്ക് ഗിവൺ ഫംഗ്ഷൻ ആണ്. z naught ഈ സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. z ഏതൊരു പോയിന്റിനെയും ജനറൽ പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ z ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൂഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും മോഡുലസ് വാല്യൂ എടുക്കുക. രണ്ട് സൈഡിലും മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇനി മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട്, ഇത് സെറ്റ് നോട്ട് സെൻറ്ററും റേഡിയസ് ആറും വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു ആർ എന്നാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സെറ്റ് നോട്ട് സെൻറ്ററും 6 റേഡിയസും വരുന്ന സർക്കിൾ CRനെയാണ് ഉദ്ദേശിക്കുന്നത്. CRൻ്റെ ഇക്വേഷനാണിത് കേട്ടോ. സർക്കിളിൻ്റെ കോംപ്ലക്സ് ഫോമിലുള്ള ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു ആർ ആണ് നമുക്കറിയാം. MR എന്ന് പറഞ്ഞാൽ മോഡ് f ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ ആണെന്ന് ഹൈപ്പോത്തസിസിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. f ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ. അപ്പം മോഡ് f ഓഫ് സെഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റേസ് ടു n plus 1 എന്നുള്ള ഈ ഒരു ടേം മാത്രം, ഇതിൻ്റെ മോഡുലസ് വാല്യൂ മാത്രം എടുത്താൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് f ഓഫ് സെഡിന് പകരം MRഉം മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ടിന് പകരം ഇവിടെ കിട്ടിയ ആറും വെച്ച് റീപ്ലേസ് ചെയ്താൽ MR ബൈ R റേസ് ടു n plus 1 എഴുതാനായിട്ട് പറ്റും, ആ ഒരു ക്വാണ്ടിറ്റിക്ക് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ നമ്പർ 1 റീറൈറ്റ് ചെയ്യാൻ പോവാണ്. അത് റീറൈറ്റ് ചെയ്യുമ്പോൾ LHSലെ മോഡ് FN ഓഫ് സെറ്റ് നോട്ട് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2πi അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഇൻ്റഗ്രൽ ഓവർ CR, പിന്നെ ഇവിടെ MR ബൈ R റേസ് ടു n plus 1 ആണ് ആ ടേമിന് പകരം വരിക. dz ഉണ്ടാവും. അതിൽ MRഉം R റേസ് ടു n plus 1ഉം കോൺസ്റ്റൻസ് ആണ്, അതുകൊണ്ട് അവർ ഔട്ട് സൈഡ് എടുത്തു. dz എന്ന് പറയുമ്പോൾ സെഡിൻ്റെ ടേം മാത്രം ഇൻ്റഗ്രേഷൻ്റെ അകത്ത് പോരെ, അപ്പോൾ അതിനെ ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഔട്ട് സൈഡ് വന്നു. ഇനിയുള്ളത് ഇൻ്റഗ്രൽ ഓവർ C dz ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഓവർ C dz എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ dz ഇൻ്റഗ്രേറ്റ് ചെയ്ത z ആണ് കിട്ടുക, z ഓവർ C ആണ് കിട്ടുക. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഓവർ C dz എന്നുള്ളതുകൊണ്ട് കർവുകളിന്മേൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ C dz എന്ന് പറഞ്ഞാൽ ആ കർവിൻ്റെ പെരിമീറ്റർ സർക്യൂംഫറൻസ്, ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്, ആ കർവിൻ്റെ ലെങ്ത്. അപ്പോൾ ഇവിടെ സർക്കിളാണ്, സർക്കിളിൻ്റെ സർക്യൂംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 6 റേഡിയസിലുള്ള സർക്കിൾ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ C dz എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർക്യൂംഫറൻസ് 2πr ആണ് വരിക. ഓക്കെ, 2πr അവിടെ കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം നമ്മളവിടെ 2πr കൊടുക്കുക. അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കണം, ഇൻ്റഗ്രൽ ഓവർ C dz എന്ന് പറഞ്ഞാൽ എന്താണോ ആ കർവ്, ആ കർവിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ സർക്യൂംഫറൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കണം ഈ തിയറം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂവിന് പകരം 2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി ഇങ്ങോട്ട് എഴുതുമ്പോൾ ഇവർ ഇക്വാലിറ്റി ഇട്ടേക്കുന്നത് നിങ്ങൾ ഇൻഇക്വാലിറ്റി തന്നെ ആക്കി എഴുതിക്കോളൂ കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇത് നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെ ഇടാം. n ഫാക്ടോറിയൽ 2π ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ ഇവിടെ R റേസ് ടു n plus 1 ഉണ്ട്, ഇവിടെ R ഉണ്ട്, ഒരു R ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി ഉണ്ടാവുക n ഫാക്ടോറിയൽ MR ബൈ R റേസ് ടു n ആണ്. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇൻഇക്വാലിറ്റി, കോഷീസ് ഇൻഇക്വാലിറ്റി ആയിട്ട് നമ്മളോട് ഇതാ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന റിസൾട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൂഫ്. എളുപ്പമാണ്, പഠിച്ചു നോക്കുക. 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കാത്തത് വരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത്. അത് നിങ്ങൾ പഠിക്കും കേട്ടോ, അല്ലെങ്കിൽ അതൊന്ന് ഓർമ്മയിൽ വയ്ക്കാം. പിന്നെ ഒരു നോട്ടായിട്ട് അവിടെ ഒരു കാര്യം പറയുന്നു. ഫോർ n equal to 1 കോഷീസ് ഇൻഇക്വാലിറ്റി ബിക്കംസ്, ഇവിടെ n equal to 1 എന്നുള്ളത് കൊടുത്താൽ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരും. മോഡ് f ഡാഷ് ഓഫ് സെഡ് നോട്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഫാക്ടോറിയൽ ആവും, MR വരും, R റേസ് ടു 1 വരും. അപ്പോൾ MR ബൈ R കിട്ടും. മോഡ് f ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു MR ബൈ R എന്ന് വരും, n equal to 1 ആകുന്ന കേസിൽ. അപ്പോൾ ഇതൊരു നോട്ട് എന്ന് പറഞ്ഞ് തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇതിൽ സെപ്പറേറ്റ് നോട്ടിൻ്റെ ആവശ്യമില്ല, ടെക്സ്റ്റ് തന്നെ പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ സെയിം തന്നെ ഇട്ടത്. ഇത് തന്നെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയാൽ മതി. അടുത്തത് ലിയോവില്ലീസ് തിയർ ആണ്. ലിയോവില്ലീസ് തിയറും ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലിയോവില്ലീസ് തിയറം എന്ന് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം, പ്രൂഫും പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. If a function f is entire and bounded in the complex plane, then f of z is constant throughout the plane. That is, the only bounded entire functions are constants.
എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എഫ് ഈസ് എൻഡയർ എന്ന് പറഞ്ഞിട്ട് എൻഡയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അനലറ്റിക് ആണ് എന്നാണ് അതിന്റെ മീനിങ്. അതായത് കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തത്തിൽ അത് അനലറ്റിക് ആണ്. അത് അനലറ്റിക് അല്ലാത്തൊരു സ്ഥലം പോലും ബാക്കി ഉണ്ടാവില്ല. അത് എല്ലായിടത്തും അനലറ്റിക് ആയിരിക്കും. ചില ഫംഗ്ഷൻസ് ചില കർവുകളുടെ ഉള്ളിൽ മാത്രമേ അനലറ്റിക് ഉണ്ടാവുള്ളൂ. പക്ഷേ എൻഡയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അനലറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എൻഡയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻഡയർ എന്ന് പറഞ്ഞാൽ മീനിങ് അനലറ്റിക് തന്നെയാണ് കേട്ടോ. ഓക്കെ. ആൻഡ് ബൗണ്ടഡ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിന് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എഫിന് ഇപ്പോൾ സപ്പോസ് എഫിൻ്റെ വാല്യൂസ് ഒന്നും ഒരു 100 എന്നുള്ളൊരു വാല്യൂ വിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറുന്നില്ല. എഫിൻ്റെ വാല്യൂസ് എല്ലാം 100-നേക്കാളും താഴെയാണ് എങ്കിൽ നമുക്ക് 100 എഫിൻ്റെ ഒരു ബൗണ്ടാണ് എന്ന് പറയാം. അങ്ങനെ ഒരു ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് പറയുക. ഒരു പർട്ടിക്കുലർ വാല്യൂ വിട്ട് അതിൻ്റെ വാല്യൂ വലുതാവുന്നില്ല. അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെയാണ് ഓക്കെ. അപ്പോൾ ആ ഫംഗ്ഷന് ഒരു ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഒരു അനലറ്റിക്കും ബൗണ്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എങ്കിൽ നമുക്ക് എഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് ലിയോവില്ലീസ് തിയറം പറയുന്നത്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ വാല്യൂ എപ്പോഴും ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് ലിയോവില്ലീസ് തിയറം പറയുന്നത്. അതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് എങ്ങനെയാണ് വരുന്നത്? സിൻസ് എഫ് ഈസ് എൻഡയർ കോഷീസ് ഇൻഇക്വാലിറ്റി ഹോൾസ് ഫോർ എനി ചോയ്സ് ഓഫ് സെറ്റ് നോട്ട് ആൻഡ് ആർ. എഫ് എൻഡയർ അല്ലെങ്കിൽ എഫ് അനലറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് തിയറം കോഷീസ് ഇൻഇക്വാലിറ്റിയിൽ പറഞ്ഞു അനലറ്റിക് ആണ് എങ്കിൽ ആ ഇൻഇക്വാലിറ്റി എപ്പോഴും ഹോൾഡ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും ഇവിടുത്തെ എഫിനും കോഷീസ് ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. The bounded condition tells us that a non-negative constant m exists such that mod f of z is less than or equal to m. ഇനി ഈ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ ബൗണ്ടഡ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അത് വിട്ട് അതിൻ്റെ മുകളിലേക്ക് എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ പോവില്ല എന്ന്, മോഡ് എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ പോവില്ല എന്ന്. അപ്പം അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എം എടുക്കുക, ആ വാല്യൂ വിട്ടിട്ട് ബൗണ്ടായിട്ട് എം എടുക്കുക, ആ വാല്യൂ വിട്ടിട്ട് എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എങ്ങോട്ടും പോവില്ല. അപ്പം മോഡ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. എം ആണ് അതിൻ്റെ ബൗണ്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി എം ആർ ഇൻ ദ പ്രീവിയസ് റിസൾട്ട് മാക്സിമം ഇൻഇക്വാലിറ്റിയിൽ കോഷീസ് ഇൻഇക്വാലിറ്റിയിൽ പറയുന്ന എം ആർ എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ ആയിരുന്നു. സർക്കിളും എക്സിസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ മാക്സിമം വാല്യൂ ആയിരുന്നു. ആ മാക്സിമം വാല്യൂ ഈ ബൗണ്ടിനേക്കാളും, അതും അതിൻ്റെ എഫിൻ്റെ ഒരു വാല്യൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എം ആറിൻ്റെ വാല്യൂ എമ്മിനേക്കാളും ലെസ്സോ ഈക്വലോ ആയിരിക്കും. കാരണം എം അതിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ്, ഒരു ബൗണ്ടാണ്. അപ്പോൾ എം ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ കോഷീസ് ഇൻഇക്വാലിറ്റിയിൽ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല നമ്മളിവിടെ ഒരു നോട്ടായിട്ട് എഴുതിയില്ലേ, നോട്ടായിട്ട് എഴുതിയ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല അവിടെ കൊടുത്താൽ മോഡ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ബൈ ആർ എന്ന് നമുക്ക് കിട്ടും. ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പോൾ എം ബൈ ആർ എന്ന് എഴുതാം. എം ആറിന് പകരം എം വെച്ച് റീപ്ലേസ് ചെയ്യാം. മോഡ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ആർ എന്ന് പറയുന്നത് ഇതാ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് മൊത്തം കോംപ്ലക്സ് പ്ലെയിനിൽ ഈ എഫ് അനലറ്റിക് ആയതുകൊണ്ട് നമുക്ക് സെഡ് നോട്ടും ആറും എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആറ് എത്ര വലുതാക്കി വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. മൊത്തം കോംപ്ലക്സ് പ്ലെയിനിൽ അത് അനലറ്റിക് ആണ്. അപ്പം ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ ആറ് ഏറ്റവും വലിയ, നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ഇൻഫിനിറ്റ്ലി വലിയ ഒരു ആറായിട്ട് ഏറ്റവും വലിയൊരു റേഡിയസ് നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വെച്ചോ. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് ആറ് എടുക്കണത് അല്ലേ. ഡിനോമിനേറ്ററിൽ ഒരു വലിയ ആറ് സെലക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക, ഈ ക്വാണ്ടിറ്റി ലെസ്സായി വരും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് വാല്യൂ ആറ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ ആയി മാറുകയും ഈ സൈഡ് സീറോയോടടുക്കുകയും ചെയ്യുന്നു. ലിമിറ്റിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ സീറോയിലേക്ക് അടുക്കാന്നൊക്കെ, അതുപോലെ ഈ വാല്യൂ സീറോയിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും വലിയൊരു ആറ്, അതായത് നമുക്ക് എത്ര വലിയ ആറ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത്രയും വലിയൊരു ആറ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആകുന്നു. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിൻ്റെ വാല്യൂ 0 ആകുന്നു ഫോർ സം ചോയ്സ് ഓഫ് സെഡ് നോട്ട് ആൻഡ് ആർബിറ്ററലി ലാർജ് ആർ. അങ്ങനെയാണ് എങ്കിൽ ആർക്കാണ് എഫ് ഓഫ് സെഡിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്തു. ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി.
ഇതാണ് ലിയോവെല്ലീസ് തിയറത്തിന്റെ പ്രൂഫ്. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എടുക്കുക തന്നെ വേണം കേട്ടോ. ഇത് നമുക്ക് കോഷീസ് ഇൻഇക്വാളിറ്റിന്ന് കിട്ടിയതാണ്. പിന്നെ ഇത് നമ്മൾ അതിന്റെ ബൗണ്ട് വെച്ച് റീപ്ലേസ് ചെയ്തതാണ്. അടുത്ത് നമ്മൾ ചെയ്യുന്ന ആർഗ്യുമെന്റ്, നമ്മുടെ ആർഗ്യുമെന്റ് 6 ഏറ്റവും വലിയൊരു 6ആയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 6 വലുതാവും തോറും ഈ ക്വാണ്ടിറ്റി 0ലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. കാരണം ഡിനോമിനേറ്ററിൽ ഒരു ക്വാണ്ടിറ്റി വലുതായാൽ വാല്യൂ 0ലേക്കാണ് അടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമുക്കിത് 0 കിട്ടുന്നത്.